ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കാർക്കും തന്നെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏത് വ്യക്തിയായാലും എന്തെങ്കിലും കർമ്മം ചെയ്തേ മതിയാവൂ. എന്നാൽ ഈ കർമ്മം എങ്ങനെ, ഏത് മനോഭാവത്തോടെ ചെയ്യണം എന്നതാണ് നമുക്ക് പലർക്കും അറിയാത്തത്. അതാണ് കർമ്മത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നത്. സാധാരണയായി നാം ഏതൊരു കർമ്മവും ചെയ്യാൻ തുടങ്ങുന്നതിനു മുൻപ് തന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് സങ്കല്പിച്ച് ആസ്വദിക്കാൻ തുടങ്ങും. ചെയ്യുന്ന കാര്യത്തിനേക്കാൾ നമ്മൾ ആസ്വദിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഫലത്തെയാണ്. ഇങ്ങനെ ഫലത്തെ ലക്ഷ്യം വെച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തിയിൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും ഉദ്ദേശിച്ച ഫലത്തിൽ എത്തുമോ എന്നുള്ള ചിന്ത കർമ്മത്തിലുള്ള നമ്മുടെ ശ്രദ്ധയെ കുറയ്ക്കുകയും ചെയ്യും. സ്വയം ആസ്വദിക്കാൻ കഴിയാതെ ഇങ്ങനെ ഉത്കണ്ഠയോടെ കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മത്തെ കൂടുതൽ ദുഷ്കരമാക്കാനും നമ്മുടെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കാനും കാരണമാകും. മാത്രമല്ല, ഇങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച ഫലം കർമ്മത്തിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ വരും. ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം ചെയ്യുന്നതിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ബാഹ്യമായ പല ഘടകങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫലത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ കർമ്മം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഫലം ഒരിക്കലും നമ്മളുടെ നിയന്ത്രണത്തിലല്ലെന്ന ബോധം മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ ആയാൽ നമ്മുടെ 100% നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ഫലത്തിൽ അമിതമായ ആഹ്ലാദമോ ദുഃഖമോ ഇല്ലാതെ അതിനെ സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും. കർമ്മഫലത്തിൽ ശ്രദ്ധ കൊടുക്കാതെ കർമ്മം ഏറ്റവും ഭംഗിയായി ശ്രദ്ധയോടെ ചെയ്യുക എന്ന മാർഗമാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്.